ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പറളി മുണ്ടൂർ റോഡാണ് കേട്ടോ. പാലക്കാട് നിന്ന് കൊളപ്പള്ളി പോകുമ്പോൾ പറളി ജംഗ്ഷൻ എത്തും. അതുപോലെ തന്നെ പാലക്കാട് ചെറുപ്പശ്ശേരി പോകുമ്പോൾ മുണ്ടൂരും എത്തും. അത് രണ്ടിനും കണക്ട് ചെയ്യുന്ന റോഡാണ് ഈ പോകുന്നത്. ഈ റോഡിൽ നിന്ന് ജസ്റ്റ് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് നമ്മുടെ ഇന്ന് പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. നല്ല വയലിൻ്റെ മനോഹാരിത എന്ന് വെച്ചാൽ കൃഷിസ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചിട്ടൊരു വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്ലോട്ടാണ്. 15 സെൻറ്റ് സ്ഥലമുണ്ട്. ഇനി അത് താല്പര്യമുള്ളവർക്ക് 15 എനിക്ക് വേണ്ട, എനിക്ക് പകുതി മതി എന്ന് പറഞ്ഞാൽ 7.6 ആയിട്ടോ 7.4 ആയിട്ടോ അങ്ങനെ 2 പ്ലോട്ടായിട്ടാണ് അതുള്ളത്. ആ രീതിയിൽ നമുക്ക് എടുക്കാം. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു പില്ലർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് 7.6 എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിക്കാന്ന് വെച്ചാൽ അതും കൂടി ജംഗ്ഷന് 15 സെൻറ്റ് വരുമ്പോൾ ഇതുവരയ്ക്ക് വരും. ഈ ലാസ്റ്റ് പോയിൻ്റ് വയ്ക്കും. ഒരു തെങ്ങ് ഇതിനകത്തുണ്ട് കേട്ടോ. നല്ല കായ്ഫലമുള്ള ഒരു തെങ്ങുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ കത്തിച്ച് കരിച്ച് വെച്ചിരിക്കുന്നത്. ഇതാണ് ടോട്ടലുള്ള 15 സെൻറ്റ് സ്ഥലം. ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 3.5 ലക്ഷം രൂപ പെർ സെൻറ്റാണ്. നെഗോഷ്യബിളാണ്. ഒരു 4 മീറ്ററിൽ കൂടുതൽ വഴിയുണ്ട് ഇങ്ങോട്ട് പോകാനായിട്ട്. ഇതിൽ ഏറ്റവും സൂപ്പറായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാടത്തിൻ്റെ വ്യൂ. വീടിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളായിട്ട് നല്ല കൃഷിസ്ഥലം, കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല വ്യൂ ആണ് അവിടെ നിന്നിട്ട്. ഇവിടെ ലാസ്റ്റ് ഈ ഒരു കല്ല് വരയ്ക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇതിനിപ്പുറത്തുള്ളതിൽ ആൾറെഡി ഇപ്പോൾ വീട് വെക്കാനായിട്ട് അവർ ബോർവെല്ലൊക്കെ അടിച്ചിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഭാഗത്തായിട്ട് ബോർവെൽ അടിച്ചത് 160 അടിയിലാണ് അവർക്ക് വെള്ളം കണ്ടത്. പിന്നെ അവർ കുറച്ചും കൂടി താത്തിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമില്ല. അതുപോലെ ഫസ്റ്റ് നമ്മൾ കണ്ട പ്ലോട്ടിൽ കിണറുണ്ട്, ഓപ്പൺ വെല്ലുണ്ട്. നല്ല നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ബാക്ക് സൈഡിൽ കിട്ടുക. ഈ ഒരു 15 സെൻറ്റ് സ്ഥലം മൊത്തം എടുത്ത് സെൻറ്ററിലൊരു വീടൊക്കെ കിട്ടിക്കണം കണ്ടല്ലേ. നല്ല കായ്ഫലുള്ള തെങ്ങാട്ടോ. ഒരു തെങ്ങുള്ളെങ്കിലും അതിൽ അത്യാവശ്യം നല്ല കായുണ്ട്. അതിൻ്റെ ഈ 15 സെൻറ്റ് സ്ഥലത്തിൻ്റെ സെൻട്രലായിട്ട് നല്ലൊരു വീട്, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു വീട് വെക്കുകയാണെങ്കിൽ സൂപ്പർബായിരിക്കും. ബാക്ക് സൈഡിൽ കണ്ടല്ലേ, മനോഹരമായിട്ട് കിടക്കുന്ന ഏരിയ. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 3.5 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. അപ്പോൾ ഇവിടുന്ന് ഇതുവരെയ്ക്കും ലാസ്റ്റ് പ്ലോട്ട് വരും. ഇപ്പോൾ ചുറ്റുവട്ടം എന്താണ് സിറ്റുവേഷൻ എന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര സ്ലോയിൽ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. നല്ല ബാക്ക് സൈഡിലുള്ള വ്യൂ ആണിത്. നല്ല മനോഹരമായിട്ടുള്ള കൃഷിസ്ഥലം. അത് നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിൽ ശരിക്കും ബാൽക്കണി നല്ല മനോഹരമായിട്ട് കാണാം. ഇവിടെ കണ്ടില്ല, നല്ല കരിങ്കലുള്ള നല്ല കെട്ട് ബാക്കിൽ കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ വേറെ മേടിച്ച ആൾക്കാർ കെട്ടണമെന്നും അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ കെട്ടി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് പില്ലർ അവിടെ കാണുന്നത്. ഫുള്ള് പറമ്പായിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൃഗങ്ങളുടെയോ എന്തിൻ്റെ ശല്യവും വന്യമൃഗങ്ങളുടെ ശല്യമോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഫ്ലഡ് ഏരിയ ബാധിക്കുന്ന സ്ഥലമല്ല. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പറളിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ടൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് കൊണ്ട് ഈ ലൊക്കേഷനിൽ എത്തിപ്പെടാൻ പറ്റും. ഇത് നമുക്ക് ഒലോക്കോട് സൈഡിൽ നിന്നും വരാം, പാലക്കാട് ടൗണിൽ നിന്ന് മേപ്പറമ്പ് സൈഡിൽ കൂടിയും വരാം. രണ്ടിൻ്റെയും ഇടയിലായിട്ടൂടെ നമുക്ക് കണക്ട് ചെയ്ത് വരാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ പറളി റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 1 കിലോമീറ്റർ തേച്ച് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ കാണില്ലേ, ബസ്സും വണ്ടികളൊക്കെ പോകുന്നത് കാണില്ലേ. ഇത്ര വളരെ നിയറസ്റ്റ് ആയിട്ട് നമ്മുടെ പ്ലോട്ട് കിടക്കുന്നത്. അതേപോലെ നമുക്കിവിടെ വളരെ നിയറസ്റ്റ് ആയിട്ട് ഹോമിയോപ്പതി ഗവൺമെൻറ്റിൻ്റെ ക്ലിനിക്ക് നമുക്കിവിടെ അടുത്തേക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ബാങ്കുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം ഒരു 1 to 2 കിലോമീറ്റർ സർക്കിളിലെല്ലാം കിട്ടുന്നുണ്ട്. അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് നമുക്കുണ്ട്. സ്കൂളുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബോർഡ് വളരെ നിയറസ്റ്റ് ആണ്. അതേപോലെ ടെലിഫോൺ എക്സ്ചേഞ്ച് വളരെ നിയറസ്റ്റ് ആണ്. എക്സൈസിൻ്റെ ഓഫീസും വളരെ നിയറസ്റ്റ് ആണ്. അങ്ങനെ ഈ ഒരു സൂപ്പർബായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും വളരെ നിയറസ്റ്റ് ആയിട്ട് എടുക്കാം. പാലക്കാട് ടൗണിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും. കണ്ടില്ല, സ്റ്റേഷൻ വളരെ നിയറസ്റ്റ് ആണ് പറഞ്ഞു. അവിടെ നിന്ന് നമുക്ക് ട്രെയിൻ പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള പറളിയുടെ മനോഹാരിതയിൽ കിടക്കുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു വയലിൻ്റെ വ്യൂ ഒക്കെ ആയിട്ട് ഒരു വീട് വെക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാൾക്കാർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ അതിനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാകും.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.